സൗത്ത് വിഷൻ സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ ക്യാമ്പയിൻ കൊല്ലം നിലമേൽ നടത്തി. നമ്മുടെ സമ്പത്ത് നമ്മുടെ നാടിന് എന്ന സന്ദേശവുമായാണ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചിട്ടുള്ളത്. ചെറുകിട മേഖലയിലെ വ്യാപാരികൾ നേരിടുന്ന പ്രതിസന്ധികളുമായി ബന്ധപ്പെട്ടാണ് ക്യാമ്പയിൻ. നമ്മുടെ സമ്പത്ത് നമ്മുടെ നാടിന് എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് നിലമേലാണ്. സൗത്ത് വിഷന്റെ ബോധവൽക്കരണ ക്യാമ്പയിനാണ് കൊല്ലം നിലമേലിൽ നടത്തിയത്. കൊല്ലം ജില്ലയിലെ 40 കേന്ദ്രങ്ങളിൽ സൗത്ത് വിഷൻ ചാനൽ സംഘടിപ്പിക്കുന്ന ക്യാമ്പയിന്റെ ഭാഗമായാണ് നിലമേലിലും ക്യാമ്പയിൻ നടത്തിയത്. ഓരോ പ്രദേശത്തെയും രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക പ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ പൊതുജനങ്ങളുമായി സംവദിച്ച് ഓൺലൈൻ പർച്ചേസുകളും ചെയിൻ ഷോപ്പുകളും സാധാരണ കച്ചവട മേഖലകളെ തകർത്തെറിയുന്ന രീതിയെക്കുറിച്ച് ബോധവൽക്കരണം നടത്തി ചെറുകിട വ്യാപാര മേഖലകളിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഓൺലൈൻ വ്യാപാരമാണ് പ്രധാനപ്പെട്ട ഒരു കാരണം. പിന്നീട് നമുക്ക് നമ്മുടെ വ്യാപാരികളുടെ ഈ വ്യാപാര സ്ഥാപനങ്ങൾക്കുള്ള വാടക നിയന്ത്രണ ബില്ലുകൾ അത് വ്യാപാരികളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. നമുക്ക് പലിശരഹിതമായ വായ്പ ഈ ലക്ഷക്കണക്കിന് തൊഴിൽ കൊടുക്കുന്ന നമ്മുടെ നാട്ടിലെ തൊഴിലില്ലാത്ത നിരവധിയായ ആളുകൾക്ക് തൊഴിൽ ലഭിക്കുന്ന ആ ഒരു വ്യാപാരി വ്യാപാര സ്ഥാപനത്തിൽ മിനിമം 4-5 അല്ലെങ്കിൽ 1-2 ആളുകൾക്ക് തൊഴിൽ കൊടുത്തുകൊണ്ടാണ് ചെറുകിട വ്യാപാരി മേഖലയിൽ ഇതുവരെയും വെക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ തരത്തിൽ അവരുടെ വ്യാപാര മേഖലയിൽ ടാക്സിക്കാരായിക്കോട്ടെ, ലോഡ് തൊഴിലാളികളായിക്കോട്ടെ, കർഷക തൊഴിലാളികളായിക്കോട്ടെ, എല്ലാ മേഖലയിലും സാധാരണക്കാർ ഈ മേഖലയിലും ഒന്ന് സാധനങ്ങൾ വാങ്ങുന്ന ചെറുകിട വ്യാപാര മേഖലയിൽപ്പെട്ട കടകളിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ ഓൺലൈൻ വ്യാപാരവും ഗവൺമെന്റിന്റെ ഈ രംഗത്തുള്ള നടപടികൾ ഇവരെ സംരക്ഷിക്കാൻ, ചെറുകിട വ്യാപാരികളെ സംരക്ഷിക്കാൻ ഒരു നടപടിയും ഈ കേന്ദ്ര ഗവൺമെന്റോ അല്ലെങ്കിൽ ഇറക്കുമതി അല്ലെങ്കിൽ ഇതിന് ലൈസൻസ് കൊടുക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് ആണ് എന്നുള്ളത് കൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിൽ സത്വരമായ നടപടി സ്വീകരിക്കാം. നിലമേലിൽ സംഘടിപ്പിച്ച ക്യാമ്പയിനിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് ജനറൽ സെക്രട്ടറി എസ് നസീർ, വ്യാപാരി വ്യവസായി സമിതി ജില്ലാ ജോയിന്റ് സെക്രട്ടറി വൈ രാജൻ എന്നിവർ പങ്കെടുത്തു. നേരത്തെ ഉണ്ടായിരുന്ന ടാക്സുകളെല്ലാം മാറ്റിയിട്ട് GST വന്നത് വ്യാപാരികളെ സംബന്ധിച്ച് ഏറ്റവും വലിയ അടിയാണ്. ഇത് വ്യാപാരികൾക്കും ഉപഭോക്താക്കൾക്കും ഒരുതരം ഗുണമുണ്ടാകും എന്ന് പറഞ്ഞിട്ടാണ് ഈ GST ഇംപ്ലിമെന്റ് ചെയ്തത്. എന്നാൽ ഇപ്പോൾ ഇംപ്ലിമെന്റ് ചെയ്ത് ഇത്രയും കാലം കഴിഞ്ഞിട്ടും ഇതിനകത്ത് ഒരു തരത്തിലുള്ളൊരു അവയർനെസ് കൊടുക്കാൻ അല്ലെങ്കിൽ സാധാരണക്കാരെ ഇതിലേക്ക് ഉൾക്കൊള്ളാൻ ഇതുവരെയും കേന്ദ്ര ഗവൺമെന്റിനോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് അതിനോടൊപ്പം കൂട്ടി വായിക്കേണ്ട ഒന്നുകൂടിയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ കേരളത്തിൻ്റെ ബിസിനസ് എപ്പോഴും ഫെസ്റ്റിവൽ സീസണുകളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഓണമായാലും ന്യൂ ഇയർ ആയാലും ഇതിനെയൊക്കെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ പ്രാദേശികമായ ഉത്സവങ്ങളായാലും ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ കേരളത്തിലെ കൂടുതൽ കച്ചവടങ്ങൾ നടക്കുന്നത്. എന്നാൽ ഈ കച്ചവടങ്ങൾ നടക്കുന്ന സമയത്ത് കുറച്ച് പേർ അല്ലെങ്കിൽ വഴിയോര കച്ചവടം, വഴിവാണിഭം പോലുള്ള കച്ചവടങ്ങൾ നടത്തി നോർത്ത് ഇന്ത്യയിൽ നിന്നും പിന്നെ സൗത്ത് ഇന്ത്യയിലെ തന്നെ പലയിടത്തും മലക്കറികളായാലും പച്ചക്കറി സാധനങ്ങളായാലും എല്ലാം കൊണ്ടുവന്ന് റോഡിൽ കൊണ്ടിട്ട് വിൽക്കുന്നത് നമ്മളെ പോലുള്ള ചെറുകിട കച്ചവടക്കാരെ 100% നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളാണ്. ന്യൂസ് ബ്യൂറോ, കൊല്ലം.